സിംബാബ്വേയിൽ നിന്നും സാംബിയയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. വിക്ടോറിയ വെള്ളച്ചാട്ടം പങ്കിടുന്ന അയൽരാജ്യങ്ങളാണ് സിംബാബ്വേയും സാംബിയയും. സിംബാബ്വേയുടെ ബോർഡർ ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ നിന്നും എക്സിറ്റ് രേഖപ്പെടുത്തിയിട്ട് വേണം മറുവശത്തേക്ക് കടക്കാൻ. 2-3 ജോലിക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് വലിയ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ സമയം കുറച്ചധികം എടുക്കും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ വിക്ടോറിയ ഫോൾസ് വരെ നോമാൻസ് ലാൻഡ് ആണ്. 2 രാജ്യങ്ങൾക്കിടയിലെ ആരുടെയും ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ അല്ലാത്ത ഒരു ഭൂപ്രദേശത്തെയാണ് നോമാൻസ് ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്നും സാംബിയയിലേക്ക് കയറുവാൻ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വാഹനമില്ലാത്ത ചിലരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈ കാണുന്ന ട്രക്കുകളൊക്കെ സിംബാബ്വേയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദവും കാത്തു കിടക്കുന്നവയാണ്. സിംബാബ്വേക്കും സാംബിയയ്ക്കും ഇടയിലുള്ള ഈ ക്രോസിംഗ് ഒരു ഔപചാരിക ചെക്ക് പോസ്റ്റ് എന്നതിലുപരി ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്ന് പങ്കിടുന്ന 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പാതയാണ്. വ്യത്യസ്തമായ പല കാരണത്താൽ സഞ്ചാരികൾ, വ്യാപാരികൾ, നാട്ടുകാർ തുടങ്ങിയ അനേകർ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പാത. ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പല കാരണങ്ങളാൽ വിഭജിച്ചിരിക്കുന്ന 2 രാജ്യങ്ങളുടെ ബന്ധത്തെയാണ്. ഇനിയാണ് ഈ യാത്രയിലെ ഒരു ശ്രദ്ധേയമായ ആകർഷണം. 2 രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിക്ടോറിയ ഫോൾസ് പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ ബസ് കടന്നു പോകുന്നത്. ഒരു വശത്ത് സിംബാബ്വെ, മറുവശത്ത് സാംബിയ. വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയായി സാംബസി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം കടന്നു വേണം സാംബിയയിലേക്ക് പ്രവേശിക്കുവാൻ. ആളുകൾക്ക് നടക്കാനുള്ള ഒരു ചെറിയ പാതയും വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റോഡും പിന്നെ ഒരു റെയിൽവേ ലൈനും ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ ഉണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു ബ്രിട്ടീഷ് കോളനിയായ കേപ്പ് കോളനിയുടെ പ്രധാനമന്ത്രിയായിരുന്ന സെസിൽ ജോൺ റോഡ്സിന്റെ ആശയമായിരുന്നു ഈ പാലം. ഇപ്പോഴത്തെ സിംബാബ്വേയും സാംബിയയും വിഭജിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന റൊഡേഷ്യ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിന് മുമ്പ് അദ്ദേഹം മരിച്ചു പോയെങ്കിലും ട്രെയിനുകൾ ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ തുള്ളികൾ ട്രെയിനുകളിൽ പതിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. സിഡ്നി ഹാർബർ പാലത്തിന്റെ പ്രധാന ഡിസൈനറായിരുന്ന റാൽഫ് ഫ്രീമാന്റെ സഹായത്തോടെ ജോർജ് ആൻഡ്രൂ ഹോബ്സനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ചാൾസ് ഡാർവിന്റെ മകനായ സർ ജോർജ് ഡാർവാണ് 1905 സെപ്റ്റംബർ 12-ന് ഈ പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. 198 മീറ്റർ നീളമുള്ള ഈ ഉരുക്ക് പാലത്തിന് താഴെയുള്ള ജലനിരപ്പിൽ നിന്നും 128 മീറ്റർ ഉയരമുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് മുതൽ ഈജിപ്തിലെ കെയ്റോ വരെ ഒരു റെയിൽവേ എന്ന സെസിൽ റോഡ്സിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായ ഈ പാലത്തിലൂടെ ഒരു റെയിൽവേ ലൈനും കടന്നു പോകുന്നുണ്ട്. പ്രധാനമായും അക്കാലത്ത് ചെമ്പിന്റെ അയിരും തടിയും റൊഡേഷ്യയിൽ നിന്നും കൊണ്ടുപോകാനും തിരിച്ച് കൽക്കരി കൊണ്ടുവരാനുമായിരുന്നു ഈ റെയിൽവേയുടെ പ്രധാന ലക്ഷ്യം. റെയിൽവേ പാലം 1905-ൽ പൂർത്തിയായെങ്കിലും കേപ്പ് ടു കെയ്റോ റെയിൽവേ ആശയം ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടില്ല. തുടക്കത്തിൽ 50 വർഷത്തിലേറെക്കാലം പാസഞ്ചർ ട്രെയിനുകൾ ഇതിലൂടെ പതിവായി സഞ്ചരിച്ചിരുന്നു. ഇന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും സാംബിയയിലേക്കും അതിനപ്പുറത്തേക്കും ഇതിലൂടെ ഒരു പതിവായിട്ടുള്ള ക്രോസ് ബോർഡർ സർവീസ് ഇല്ല. 2014 വരെ വല്ലപ്പോഴും ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ സർവീസ് നടത്തിയിരുന്ന ഗുഡ്സ് ട്രെയിനും വഴിതിരിച്ചു വിട്ടു. സിംബാബ്വെ, സാംബിയ, ടാൻസാനിയ എന്നിവയിലൂടെ കടന്നു പോകുന്ന റോബോസ് റെയിൽ പോലുള്ള ഷെഡ്യൂൾ ചെയ്ത ദീർഘദൂര ആഡംബര ട്രെയിൻ യാത്രകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. പൈതൃക ടൂറിസത്തിനും ബഞ്ചി ജമ്പിങ്ങിനും പോലുള്ള സാഹസിക പ്രവർത്തനങ്ങൾക്കും റെയിൽവേയും പാലവും ഇന്ന് ഉപയോഗിക്കുന്നു. ഈ പാലത്തിൽ നിന്നും വെള്ളച്ചാട്ടത്തിന്റെയും സാംബസി നദിയുടെയും മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സിംബാബ്വേയുടെ ഭാഗം. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള സാംബസിയുടെ ആഴമേറിയതും ഇടുങ്ങിയതുമായ ചുഴി പോലുള്ള ഭാഗമാണ് ബോയിലിംഗ് പോട്ട് എന്ന് വിളിക്കുന്ന ഈ ഭാഗം. 2ാമത്തെ മലയിടുക്കിലുള്ള ഈസ്റ്റേൺ കാറ്ററാക്ട് എന്ന ഭാഗമാണ് സാംബിയയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഒത്തിരി ചരിത്രങ്ങൾ പേറുന്ന ആ പാലവും പിന്നിട്ട് ഞങ്ങൾ സാംബിയയിലേക്ക് പ്രവേശിക്കുകയാണ്. പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ 2 പ്രദേശങ്ങൾക്കിടയിൽ വളരെ കുറച്ച് ഗതാഗത മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. റൊഡേഷ്യ വിഭജിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ചതാണ് പാലവും ഈ കാണുന്ന റോഡും. 1911 മുതൽ കൊളോണിയൽ റൊഡേഷ്യയുടെ ഭാഗമായിരുന്ന വടക്കൻ റൊഡേഷ്യ സാംബിയയായും തെക്കൻ റൊഡേഷ്യ സിംബാബ്വേയായും സ്വതന്ത്ര രാജ്യങ്ങളായി അറിയപ്പെട്ടു തുടങ്ങി. ഇവിടെയും ട്രക്കുകളുടെ ഒരു നീണ്ട നിരയുണ്ട്. ഇവയൊക്കെ സാംബിയയിലേക്ക് കയറാനായി കാത്തുകിടക്കുന്നവയാണ്. ഇതാണ് സാംബിയയുടെ ബോർഡർ ചെക്ക് പോസ്റ്റ്. ഹ്രസ്വകാലത്തേക്കായി സാംബിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വിസ ആവശ്യമില്ല. പകരം പ്രവേശനത്തിന് മുമ്പ് ഒരു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നേടിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല. ക്രൈഫേസ് ഞങ്ങളുടെ എല്ലാവരുടെയും രേഖകൾ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുത്ത് എൻട്രി രേഖപ്പെടുത്തി. കുറച്ച് തദ്ദേശീയരായ ചെറുപ്പക്കാർ ഒരു ഷെഡിൽ സ്വറ പറഞ്ഞിരിക്കുന്നത് കണ്ടോ?
തൊഴിലവസരങ്ങളുടെ കുറവുണ്ടെങ്കിലും ഇവിടം സഞ്ചാരികൾക്ക് ഒരു പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. ചിലർ ഇന്ത്യൻ രൂപയ്ക്ക് പകരമായി സാംബിയൻ ക്വാച്ച വേണമോ എന്ന് ചോദിച്ച് ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇന്ത്യൻ രൂപയേക്കാൾ 5 ഇരട്ടി മൂല്യമുണ്ട് അവരുടെ കറൻസിക്ക് കേട്ടോ. സാംബിയയിലോട്ട് കയറുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങുന്നു. വെള്ളച്ചാട്ട നഗരത്തിന്റെ തിരക്കിൽ നിന്നും ശാന്തമായ റോഡിലേക്ക് യാത്ര വഴിമാറുന്നു. സാംബിയയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ നഗരവും അതിർത്തി പട്ടണവുമായ ലിവിങ്സ്റ്റണിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. 1890കളിൽ സെസിൽ റോഡ്സിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്ക കമ്പനി ഈ പ്രദേശത്തിന്റെ ധാതുക്കളും പ്രകൃതി വിഭവങ്ങളും ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു കൊളോണിയൽ വാസസ്ഥലം വികസിച്ചു. പക്ഷേ പതിവായി മലേറിയ പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ട് അവർ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. ഈ പ്രദേശം പരിവേഷണം ചെയ്യുകയും വെള്ളച്ചാട്ടം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്ത ആദ്യത്തെ യൂറോപ്യൻ പരിവേഷകനായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പേരിലാണ് ഇന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 1911 മുതൽ 1935 വരെ പിന്നീട് സാംബിയ ആയി മാറിയ വടക്കൻ റോഡേഷ്യയുടെ തലസ്ഥാനമായിരുന്നു ലിവിങ്സ്റ്റൺ. എക്കാലവും മലേറിയ ബാധിത പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് സാംബിയ. ലിവിങ്സ്റ്റൺ ആണെങ്കിൽ അപകട മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലവുമാണ്. ഈ ഹൈവേ കടന്നു പോകുന്ന പ്രദേശങ്ങൾ വനങ്ങളല്ല, എന്നാൽ വിശാലമായ പ്രദേശത്ത് ചില സംരക്ഷിതവും പുനഃസ്ഥാപിച്ചതുമായ പ്രകൃതിദത്ത സ്ഥാപന വനങ്ങളുടെയും കുറ്റിക്കാടുകളുടെയും ഭൂപ്രകൃതിയാണിത്. എങ്കിലും സിംഹം, ചീറ്റ, ആന, ജിറാഫ്, കാട്ടുപോത്തുകൾ തുടങ്ങിയ മൃഗങ്ങളുള്ള സ്ഥലമാണിത്. ഹൈവേയിൽ നിന്നും ഇനി പരുക്കൻ റോഡിലൂടെയാണ് യാത്ര. ചുറ്റുമുള്ള ഭൂപ്രകൃതി പ്രധാനമായും സാവന്ന വനപ്രദേശവും കുറ്റിച്ചെടികളുമാണ്. ഒരു ഇടതൂർന്ന വനമല്ലെങ്കിലും ഇവിടെയും വന്യജീവികളെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. ധാരാളം ആളുകൾ എപ്പോഴും സന്ദർശിക്കുന്നതുകൊണ്ടാവാം അവയൊന്നും ഈ യാത്രയിൽ കാണാൻ സാധിക്കാത്തത്. സാംബിയയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. അത് വെറും ഒരു ഗ്രാമം മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയിലെ ഈ ഭാഗത്തെ ഏറ്റവും പഴയ രാജകീയ വാസസ്ഥലങ്ങളിലൊന്നാണത്. ഒരു അന്താരാഷ്ട്ര ടൂറിസം മേഖലയിൽ നിന്ന് ആഴത്തിലുള്ള ഒരു പ്രാദേശിക സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ജീവജാല പൈതൃക ഭൂപ്രകൃതി. അതാണ് മുക്കുണി എന്ന ഗ്രാമം. സാംബിയയിലെ ഒരു ആഫ്രിക്കൻ ഗോത്രവർഗത്തിന്റെ വാസസ്ഥലമായ ഈ ഗ്രാമം മുക്കുനി മേധാവിത്വത്തിന്റെ രാജകീയ ഗ്രാമം കൂടിയാണ്. നൂറ്റാണ്ടുകളായി രാജകീയ നേതൃത്വത്തിന്റെയും ആഫ്രിക്കൻ പ്രാദേശിക ആചാരങ്ങളുടെയും കഥകൾ വഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഭൂതകാലത്തിൽ മരവിച്ചു പോകാതെ സജീവമായതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഗ്രാമമാണ്. പാരമ്പര്യമായി ലഭിച്ച ജീവിത രീതികളിൽ വേരൂന്നിയ ഏകദേശം 7000 പേർ വസിക്കുന്ന ഒരു ഗ്രാമം. ടോക്ക, ലിയ എന്ന അടുത്ത ബന്ധമുള്ള 2 ഗോത്രവർഗ്ഗങ്ങളാണ് ഈ ഗ്രാമത്തിൽ വസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ഗൈഡ് ഞങ്ങളെയും കാത്ത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. You are free to take pictures. You are free as well to ask questions. The more you ask, the more you learn. So we are going to start our tour the other side. ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ ഇവിടെയുള്ള ഒരു മരത്തിന്റെ കീഴിലിരുന്ന് എന്തോ കളിക്കുന്നുണ്ട്. വലിയ മരത്തടിയിൽ ഉണ്ടാക്കിയ കുഴികളിൽ കല്ലോ മറ്റോ ഇട്ടുകൊണ്ടുള്ള ഒരു കളിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളി കാണുന്നത്. ഗ്രാമത്തിലെ ചീഫിന്റെ കൊട്ടാരത്തിനടുത്തേക്കാണ് അവർ ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. In his palace there are 2 important huts. The first hut is after the modern house there, which is called Namujila. Namujila means the tail. And that's where the chief can be killed if he becomes bad or old, that he is not able to do his duty, because he cannot resign, he has to die. When someone becomes a chief, there is a special stone that they give that person to swallow. But when he is about to die, they will vomit it, then they will keep it in the first hut so that the next chief will swallow it. Current one, who is number 19 on his throne. He has been the chief since 1986. He was born in 1948. Then the last hut in the palace is called Loyal Reception Leather Visitors Hut. ഇതാണ് മുക്കുനി ചീഫിന്റെ കൊട്ടാര സമുച്ചയം. ഇത് പാശ്ചാത്യ ശൈലിയിലുള്ള കൊട്ടാരമല്ല, മറിച്ച് ഓലമേഞ്ഞ കുടിലുകളുടെ ഒരു പരമ്പരാഗത രാജകീയ സമുച്ചയമാണ്. സുവർണ കവാടങ്ങളും മാർബിൾ തറകളും ഇല്ലാത്ത ലളിതമായ രൂപഭാവമാണെങ്കിലും ഇതിന് വലിയ ആചാരപരമായ പ്രാധാന്യമുണ്ട്. ഇവരുടെ സമൂഹത്തിന് 2 ഭരണാധികാരികളുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും. അവർ സഹോദരനും സഹോദരിയുമാണ്. ഇതിനകത്ത് ഓലമേഞ്ഞ പ്രധാനപ്പെട്ട 2 കുടിലുകളുണ്ട്. ലുൻപാസ എന്നറിയപ്പെടുന്ന അതിലൊരെണ്ണം പുരുഷനായ ചീഫിന്റെ വാസസ്ഥലമാണ്. ലുംപാസ എന്നാൽ സിംഹത്തിന്റെ മട എന്നാണ് അർത്ഥം.
മുഗിനിയുടെ ചുറ്റിപ്പറ്റിയുള്ള രാജകീയ പാരമ്പര്യങ്ങൾ വളരെ പവിത്രമാണ്. പുറത്തു നിന്നുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലാകാത്ത പല ആചാരങ്ങളും വിശ്വാസങ്ങളും ഇവരുടെ തലവനെ ചുറ്റിപ്പറ്റിയുണ്ട്. പാരമ്പര്യമനുസരിച്ച് തലവന് രാജിവെക്കാൻ അനുവാദമില്ല. ഗൈഡ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അയാൾ വൃദ്ധനായി ഭരണം തുടരാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായി മരിക്കുന്നില്ലെങ്കിൽ ലുംപാസയിൽ വെച്ച് വിഷം കൊടുത്ത് കൊല്ലുമത്രേ. വിശ്വസിക്കാൻ പ്രയാസമുള്ള ആചാരങ്ങൾ ഇനിയുമുണ്ട്. ഒരു പുതിയ രാജാവിനെ നിയമിക്കുമ്പോൾ അദ്ദേഹം ഒരു കല്ല് വിഴുങ്ങുന്നു. മരിക്കാൻ പോകുമ്പോൾ അത് ഛർദ്ദിക്കുന്നു. പിന്നീട് പുതിയ രാജാവ് ഇത് വീണ്ടും വിഴുങ്ങുന്നു. ഇത് തലമുറകളായി തുടരുന്നു. ഈ കല്ല് ഭൗതികമല്ല, ആത്മീയമാണ് എന്നാണ് ഗൈഡ് പറയുന്നത്. എന്നെപ്പോലെ നിങ്ങൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? രണ്ടാമത്തെ വലിയ കുടിൽ തലവൻ സന്ദർശകരെ കാണുന്ന സ്ഥലമാണ്. ഇതാണ് ആ കുടിൽ. ആനക്കൊമ്പും സിംഹത്തിന്റെ തലയും ആനയുടെ കാലും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു വലിയ ഓലമേഞ്ഞ കുടിൽ. മുഗിനിയുടെ ആദ്യത്തെ ചീഫ് 13-ാം നൂറ്റാണ്ടിൽ കോങ്കോയിൽ നിന്നും കുടിയേറി ഇവിടെ സ്ഥിരതാമസമാക്കി എന്നാണ് വാമൊഴി പറയുന്നത്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ നേതൃത്വം വഹിക്കുന്ന മുഖിനി പൂർവിക കഥകൾ, ആചാരങ്ങൾ, വാമൊഴി ചരിത്രം എന്നിവയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 40 വർഷമായി മുഖിനിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന 89 വയസ്സുള്ള മുനോക്കല്യ മുപ്പോട്ടാല നാലാമൻ ആണ് നിലവിലത്തെ തലവൻ. കൊട്ടാര സമുച്ചയത്തിന്റെ പുറത്തായി ഒരു വലിയ അക്കേഷ്യ മരം കാണാം. വിക്ടോറിയ വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയിൽ വഴിതെറ്റിയ ലിവിങ്സ്റ്റോൺ ഇവിടെ വന്നു വിട്ടു. വെളുത്ത നിറമുള്ള അദ്ദേഹത്തെ പ്രേതമായി സംശയിച്ച അവർ അദ്ദേഹം രാജാവിനെ കൊല്ലുമോ എന്ന പേടിയിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഈ മരത്തിന്റെ താഴെയാണ് പിന്നീട് അദ്ദേഹം രാജാവിനെ കണ്ടത്. അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആണിത്. ഇതാണ് ഇവിടുത്തെ ജയിൽ. മോശം പെരുമാറ്റവും അധിക്ഷേപകരമായ സംസാരവും ഇവിടെ വലിയ കുറ്റകൃത്യങ്ങളാണ്. വളരെ അപൂർവമായി മാത്രമേ ഇതിൽ ആളുകൾ വന്ന് ചാടാറുള്ളൂ എന്നതാണ് സത്യം. മുക്കുനിയിൽ നേതൃത്വം വേരൂന്നിയിരിക്കുന്നത് അധികാരം പാരമ്പര്യമായി ലഭിക്കുന്നതും പ്രയോഗിക്കുന്നതും സംരക്ഷിക്കപ്പെടുന്നതും എങ്ങനെയെന്ന് നയിക്കുന്ന പവിത്രമായ ആചാരങ്ങളിലാണ്. ഈ പാരമ്പര്യങ്ങളിൽ പലതും വാമൊഴി പൈതൃകത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്നവയാണ്. മുക്കുനിയുടെ തലവൻ വെറും ഒരു ആചാരപരമായ വ്യക്തിയല്ല, മറിച്ച് നിയമം, ഭൂമി, പ്രാദേശിക തർക്കങ്ങൾ, സംസ്കാരത്തിന്റെ സംരക്ഷണം എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന സമൂഹത്തിന്റെ ജീവിക്കുന്ന പരമ്പരാഗത അധികാരിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ടൂറിസം, സാമൂഹ്യ വികസനം എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാരുമായും വികസന പങ്കാളികളുമായും ചേർന്ന് അവർ അടുത്തു പ്രവർത്തിക്കുന്നു. മുഗിനിയിലെ ദൈനംദിന ജീവിതം വരണ്ടതും മണൽ നിറഞ്ഞതുമായ ഒരു ഭൂപ്രകൃതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അതിജീവിതം സാധ്യമാകുന്നത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പൊരുത്തപ്പെടൽ, പ്രായോഗിക അറിവ് എന്നിവയിലൂടെയാണ്. വിശാലമായ സാംബസി നദിയുമായും വിക്ടോറിയ വെള്ളച്ചാട്ടവുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധം പങ്കിടുന്ന ലയ ജനത ഭൂപ്രകൃതിയുടെ ആത്മാവിനെ ബഹുമാനിക്കുന്ന പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ ഉപജീവനത്തിനായി കരകൗശല വസ്തുക്കൾ, ടൂറിസം, ചെറുകിട വ്യാപാരം എന്നിവയെ ആശ്രയിക്കുന്നു. എന്നാൽ ആധുനിക അവസരങ്ങൾക്കൊപ്പം അതിൻ്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സമൂഹം പരിസ്ഥിതിയുടെ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. മുഗിനിയിലെ ജീവിതം ശക്തമായ സമൂഹ ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത്. ഒരുമിച്ച് പങ്കിടുന്ന ഇടങ്ങളും പരസ്പര പിന്തുണയും ദൈനംദിന ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. കുടുംബങ്ങൾ പ്രാദേശിക വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതും തലമുറകളുടെ പ്രായോഗിക അറിവ് ഉപയോഗിച്ച് രൂപപ്പെടുത്തിയതുമായ പരമ്പരാഗത കുടിലുകളിലാണ് താമസിക്കുന്നത്. ഉണങ്ങിയ പുല്ല് അല്ലെങ്കിൽ മറ്റു പ്രാദേശിക സസ്യങ്ങൾ കൊണ്ടാണ് സാധാരണയായി ഇവരുടെ മേൽക്കൂര നിർമ്മിക്കുന്നത്. തൂണുകളുടെ ഒരു ചട്ടക്കൂടിന് മുകളിൽ പാളികളായി പുല്ലുമേഞ്ഞാണ് ഇത് നിർമ്മിക്കുന്നത്. പൂർണ്ണമായും വാട്ടർ പ്രൂഫായ ഈ മേൽക്കൂര പകൽ തണുപ്പും രാത്രിയിൽ ചൂടും നൽകുന്നു. 5 വർഷം വരെ ഇവ കേടുകൂടാതെ നിൽക്കും. ഇക്കാണുന്ന വേരുകളുള്ള വീടുകൾ കുടുംബങ്ങളായി താമസിക്കുന്നവരുടേതാണ്, അല്ലാത്തത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയും. ഒരു സാധാരണ മുഗിനി കുടിൽ ലളിതവും എന്നാൽ പ്രായോഗികമായ കുടുംബജീവിതത്തിനു വേണ്ടി നിർമ്മിച്ചവയുമാണ്. ചുവരുകൾ മരക്കഷണങ്ങളുടെ മുകളിൽ മണ്ണ് പൊതിഞ്ഞവയാണ്. ഈ കുടിലുകൾക്കുള്ളിൽ ഉറങ്ങാനുള്ള സ്ഥലം, പാചകസ്ഥലം, വീട്ടുപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ എന്നിവയൊക്കെയുണ്ട്. സ്വയം നെയ്തെടുത്ത പായികളിലാണ് ഇവർ ഉറങ്ങുന്നത്. മുതിർന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പ്രത്യേക സ്ഥലങ്ങളുണ്ട്. നിലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിറകടുപ്പിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒരു പ്രവേശന കവാടവും 1-2 ചെറിയ ജനാലകളും ഈ കുടിലുകളുടെ പ്രത്യേകതയാണ്. മുഗിനി ഒരു മ്യൂസിയമല്ല, മറിച്ച് ആധുനിക ഗ്രാമീണ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സ്വീകരിക്കുന്നതിനോടൊപ്പം അവരുടെ ഭാഷ, ആചാരങ്ങൾ, പൈതൃകം എന്നിവ സംരക്ഷിക്കുകയും ജോലി ചെയ്യുകയും ആഘോഷിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിക്കുന്ന സമൂഹമാണ്.
ചെണ്ടകളുടെ മുഴക്കം ഉയരുമ്പോൾ മുഗിനി പുതിയൊരു ഊർജത്തോടെ സജീവമാകുന്നു. ഇവിടെ സംഗീതവും നൃത്തവും സന്ദർശകർക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പ്രകടനങ്ങളല്ല, അവ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. താളത്തിലൂടെയും പാട്ടിലൂടെയും അവർ അവരുടെ ഐഡന്റിറ്റി ആഘോഷിക്കുന്നു, കഥകൾ പങ്കിടുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഓർമ്മകൾ സംരക്ഷിക്കുന്നു. ഈ ഓരോ താളവും സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും പാരമ്പര്യം തഴച്ചു വളരുന്ന ഒരു ജീവിക്കുന്ന സംസ്കാരത്തെയാണ് നമ്മുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്നത്. സാംസ്കാരിക തനിമയും ഉപജീവനവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന കരകൗശല വിദ്യയാണ് മുക്കുനിയിലെ ജീവിതത്തിൻ്റെ കാതൽ. വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ തലമുറകളായി കൈമാറി വരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മരം കൊണ്ടുള്ള കൊത്തുപണികൾ, നെയ്തെടുത്ത കൊട്ടകൾ, മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നു. സുവനീറുകളേക്കാൾ വിലയേറിയ ഈ കരകൗശല വസ്തുക്കൾ സമൂഹത്തിൻ്റെ ചരിത്രം, സർഗാത്മകത നിലനിൽക്കുന്ന പാരമ്പര്യങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നു. മുഗിനി എന്നത് കാലത്തിൻ്റെ പിടിയിൽ മരവിച്ച ഒരു സ്ഥലമല്ല, മറിച്ച് നൂറ്റാണ്ടുകളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനോടൊപ്പം ആളുകൾ പ്രവർത്തിക്കുകയും ആഘോഷിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള സമൂഹമാണ്. അതിൻ്റെ പാരമ്പര്യങ്ങൾ ഇവിടുത്തെ വീടുകൾ, നേതൃത്വം, കരകൗശല വസ്തുക്കൾ, സംഗീതം, ദൈനംദിന ജീവിതം എന്നിവയിലൂടെ ജീവിക്കുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഗിനി ഗ്രാമത്തിലേക്കുള്ള യാത്ര ഒരു അതിർത്തി കടക്കുക മാത്രമല്ല, ലോകപ്രശസ്തമായ ഒരു പ്രകൃതി അത്ഭുതത്തിൽ നിന്ന് ഒരു ജീവനുള്ള സംസ്കാരത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്. സിംബാബ്വേയിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ്. നാളെ ബോസ്വാനയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അതിനു മുമ്പായി ഇന്ന് വൈകിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട്. ആഫ്രിക്കയുടെ മാത്രം പ്രത്യേകതയായ ബോമ ഡിന്നർ ആണത്. പ്രവേശനത്തിന് മുമ്പായി അവർ നമ്മളെ അവരുടെ ചിറ്റൻസ് എന്ന ലുങ്കി പോലുള്ള തുണി അണിയിക്കും. പിന്നെ നമ്മൾക്ക് സമ്മതമാണെങ്കിൽ മുഖത്ത് പല നിറങ്ങൾ കൊണ്ട് വരയ്ക്കും. സ്വാഹിലി ഭാഷയിൽ ബോമ എന്നാൽ വേലി കൊണ്ട് അടച്ചു കെട്ടിയ സ്ഥലം എന്നാണ് അർത്ഥം. ചുറ്റും മരങ്ങൾ നിറഞ്ഞ ഭാഗികമായി തുറന്ന ഒരു സ്ഥലത്ത് രാത്രിയിൽ സംഗീതം, നൃത്തം, ചെണ്ടമേളം എന്നിവയോടൊപ്പം നടത്തപ്പെടുന്ന 4 കോഴ്സുള്ള ഒരു സിംബാബ്വെ വിരുന്നാണിത്. സിംബാബ്വേയുടെ സമ്പന്നമായ പാചക സാംസ്കാരിക പൈതൃകം രസകരമായ ഒരു പശ്ചാത്തലത്തിൽ പ്രദർശിപ്പിക്കുകയാണിവിടെ. ആചാരപരമായി കൈ കഴുകി ചിബുക്കു എന്നറിയപ്പെടുന്ന പരമ്പരാഗത സോർഗം ബിയറും കുടിച്ചാണ് വിരുന്ന് ആരംഭിക്കുന്നത്. അകത്ത് നമ്മൾ കാണാത്തതായ 100 കണക്കിന് വിഭവങ്ങളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇംബാല, കുഡോ, കാട്ടുപന്നി, മുതല തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ ആഫ്രിക്കൻ ശൈലിയിൽ തീയിൽ ചുട്ടുവച്ചിരിക്കുന്നു. സാംബസി ബ്രീം എന്ന പ്രാദേശിക മത്സ്യം, സട്സ എന്ന സിംബാബ്വേയുടെ ചോളം കൊണ്ടുണ്ടാക്കിയ വിഭവം, കപ്പൻഡ എന്ന ഉണക്ക മത്സ്യം, പീനട്ട് ബട്ടർ റൈസും പരമ്പരാഗത പച്ചക്കറി വിഭവങ്ങളും, സിംബാബ്വേയുടെ ചായയും കാപ്പിയും, സലാഡുകൾ, മാൽവ പുഡിംഗ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഭവങ്ങൾ. ഇവിടെ ഒരു സ്പെഷ്യൽ കൗണ്ടറുണ്ട്. ഇതെന്താണെന്നറിയാമോ? എംബറർ മോത്ത് എന്ന ശലഭത്തിൻ്റെ പുഴുവാണിത്. ഇത് ആഫ്രിക്കക്കാരുടെ ഒരു പ്രധാന പരമ്പരാഗത ഭക്ഷണമാണ്.
മോപ്പെയിൻ വേംസ് എന്നറിയപ്പെടുന്ന ഇത് കഴിക്കുന്നവർക്ക് അവർ ധീരതയുടെ സർട്ടിഫിക്കറ്റ് തരും. ഞാനും അങ്ങനെ എൻ്റെ ധൈര്യം ഇവിടെ തെളിയിച്ചു. ഇവിടെ ഇതിനെ വറുത്താണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ആഫ്രിക്കക്കാർ ഇതിനെ ജീവനോടെയും കഴിക്കാറുണ്ട്. സന്തോഷ് സാറും എന്തൊക്കെയോ പ്ലേറ്റ് നിറച്ച് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളെ കണ്ട ഭാവം അടിക്കുന്നേയില്ല. ബൊമ്മ ഡിന്നറിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം ഇവരുടെ ചെണ്ടമേളമാണ്. ചെണ്ടമേളത്തോടൊപ്പം വിവിധ ഗോത്രങ്ങളുടെ നൃത്തങ്ങളും എംപീര സംഗീതവും കൂടിയാകുമ്പോൾ രംഗം ചൂടുപിടിക്കുന്നു. ഇത് വെറും ഒരു ഷോ മാത്രമല്ല, അവർ നമ്മളെ ഇതിൻ്റെ അടിസ്ഥാന താളങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്യും. ഇനിയാണ് പ്രാക്ടീസ് സെഷൻ. എല്ലാവർക്കും ഡിജംബെ എന്ന ഡ്രം തന്നതിന് ശേഷം അവരോട് കൂടെ നമുക്കും താളമിടാം. പല പല താളങ്ങൾ. വിദേശികളൊക്കെ എന്ത് താല്പര്യത്തോടെയാണ് ഇത് ആസ്വദിക്കുന്നത് എന്ന് കണ്ടോ. ചെണ്ടയടിയുടെയും ഡാൻസിൻ്റെയും അകമ്പടിയോടെയുള്ള ഈ ആഡംബര ഡിന്നർ ആഫ്രിക്ക സന്ദർശിക്കുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു 3-4 മണിക്കൂർ നമ്മളെ തന്നെ മറന്ന് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ പറ്റുന്നൊരു വേദിയാണ് ബൊമ്മ ഡിന്നർ.